ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് വേണം ഈ വീഡിയോ കാണുവാനായിട്ട്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുതേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതാണ്ട് വീടെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി അടിച്ചു വാരിയെടുത്ത് എല്ലാം അടുക്കി പെറുക്കി വെക്കുകയാണ്. ശേഷം ഇനി അടുക്കളയിൽ കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട്. ഇതാ ഇവിടെ സോയാ ബോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സോയ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത ശേഷം ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. സോയ ഒന്ന് തിളപ്പിച്ചുറ്റുന്നത് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ തിളപ്പിച്ചൂറ്റിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കളയുവാൻ വേണ്ടിയിട്ടാണ് അതാണ്ട് ഇവിടെ കഴുകിയെടുക്കുന്നത്. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, തണുത്തോളും. ഇനി ഇതൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ദാണ്ട തിരിച്ചാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് നികത്തിയിട്ട് ദാണ്ട കൈക്കൊന്നിങ്ങനെ രണ്ട് സൈഡ് മാറി മാറി ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത് അതിലെ വെള്ളം മുഴുവനും പൊയ്ക്കോളും. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സവാള ഇങ്ങനെ അരിഞ്ഞൊന്നെടുക്കണം. ഇനി അതിലേക്ക് വേണ്ടിയത് ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി എന്നിവയൊക്കെയാണ്. അതും ഒന്ന് ദാണ്ട പൊളിച്ചെടുത്ത് വൃത്തിയാക്കിയെടുക്കണം. ഇവിടെ 3 പേരും ഒരുമിച്ച് നിന്നാണ് കേട്ടോ പണി തീർക്കുന്നത്. അമ്മച്ചി പാത്രം കഴുകുന്നു, ഞാൻ ഉള്ളിയെല്ലാം പൊളിക്കുന്നു. അപ്പോൾ തസ്നി ഇനി അടുത്ത പണിക്ക് വേണ്ടിയിട്ട് ഗ്യാസൊക്കെ ദാണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചു കൊടുത്തപ്പോൾ ദാണ്ട തസ്നി ഇവിടെ അത് കഴുകിയെടുത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഉള്ളി അരിഞ്ഞെടുത്താൽ മതി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. ഇനി സോയാ ബോൾ ഫ്രൈ ചെയ്യുവാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേന് ദാണ്ട അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ സവാള വഴറ്റിയെടുക്കുന്നതിന് മുമ്പ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണമായിരുന്നു. തസ്നി അത് വിട്ടുപോയി. സോയാ ചങ്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന അമ്മച്ചിയാണ്. അതുകൊണ്ട് തന്നെ അമ്മച്ചി വന്നതാ ഇങ്ങനെ ആദ്യം ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് വഴറ്റിയെടുത്ത് മുഴുവനായിട്ടും ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഒരു ഗോൾഡൻ കളറിലേക്ക് വരും. ഇങ്ങനെ ആ സമയത്താണ് ഇനി മസാല ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ 1 സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് രണ്ടാമത് ഇട്ടേക്കുന്നത്. ആകെ 1/2 ടീസ്പൂണേ ഉള്ളൂ. ഇനി 1 സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം കൂടെ ഈ വഴറ്റി വന്നതിൻ്റെ അകത്തോട്ട് ഒന്നിട്ട് കൊടുക്കണം. എന്നിട്ട് ആ പച്ചമണം മാറുവോളം നന്നായിട്ട് വഴറ്റി ഒന്നെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മസാലകളുടെ കൂടെ 1 സ്പൂൺ മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു. ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി. ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാല കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മസാലയെല്ലാം ഇങ്ങനെയാണ് കേട്ടോ, ഈ ഒരു കളറിലേക്ക് വരണം. ഇനി ഇതിലേക്ക് സോയാ ബോൾ ഇട്ട് കൊടുക്കണം. ഇവിടെ സോയാ ബോൾ കട്ട് ചെയ്തിട്ടില്ല, മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വലുതാണെങ്കിൽ മാത്രമേ കട്ട് ചെയ്തെടുക്കുകയുള്ളൂ. ഇത് അത്യാവശ്യം വലിപ്പമേ ഉള്ളായിരുന്നു, ഒരുപാട് ചെറുതുമല്ല എന്നാൽ ഒരുപാട് വലുതുമല്ലാത്തൊരു ഇതായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കട്ട് ചെയ്യാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മുഴുവൻ ഭാഗത്തും നല്ലതുപോലെ മസാല പിടിച്ച ശേഷം ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ പച്ച വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുത്ത് ഇളക്കി തട്ടിപ്പൊത്തി അടച്ചു കൊടുത്താൽ മതി. സോയാ ബോൾ ഫ്രൈ റെഡി. അങ്ങനെ ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഐറുമോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് 12:30 വരെ ഉള്ളൂ ക്ലാസ്. ഇനി ഒരു മേളാങ്കമാണ്. ഐറുമോളും മക്കളും എല്ലാം ആയിട്ട് കളിയും ബഹളങ്ങളും ഒക്കെ ആയിട്ട് ഇരുന്നോളും. ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ്. മുരിങ്ങക്ക മാങ്ങ കറി, കോളിഫ്ലവർ വറുത്തെടുത്തത്, സോയാ ബോൾ ഫ്രൈ ചെയ്തെടുത്തത് എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ ചെറുതായിട്ടൊരു മീനച്ചാറുണ്ട്. ഇതെല്ലാം കൂടി ഒരു അടിപൊളി ഊണൊക്കെ കഴിഞ്ഞ് ഇനി ചോറൂണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റിട്ട് പിള്ളേരെയും കൊണ്ട് പാർക്കിലേക്ക് പോകുന്നതാണ്. താഴെയായിട്ട് അവർക്കൊരു പാർക്കുണ്ട്, അവിടെ കളിക്കാനായിട്ട് ഇറങ്ങിപ്പോയതാണ്. ഫത്താഹ് സൈക്കിൾ ഓടാനായിട്ട് സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഐറുമോളത് ആദ്യമേ ഓടി പാർക്കിലേക്ക് കയറുന്നുണ്ട്. ഈ റൈഡ് ഇരിക്കുന്നിടത്തേക്ക് കയറുമ്പോൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം കയറി പോകാനായിട്ട്.
ആയില്ല. ഇനി പോ. Happy birthday, dear Ammi. Happy birthday, Ammi. May God bless you. May God bless you. May God bless you. Happy birthday to കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മക്കൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നൂഡിൽസ് എടുത്തിട്ട് ഇതാ കൈക്കൊന്നിങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. അത് ചെറിയ കഷ്ണങ്ങളായി മാറിക്കോളും. ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നൂഡിൽസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ദാണ്ട് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, പച്ചമുളക്, 2 മുട്ട, ഇത്രയും സാധനങ്ങൾ വേണം. തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നൂഡിൽസ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വേവിച്ചെടുക്കണം. തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നൂഡിൽസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നൂഡിൽസ് ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് ഇവിടെ നൂഡിൽസിനായിട്ടുള്ള വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, സവാള ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഇവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴറ്റി കിട്ടണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. നൂഡിൽസിനായതുകൊണ്ട് പച്ചക്കറി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇവിടെ ഒരു 3 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലൊന്ന് പതിയെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊന്ന് ചിക്കിയെടുത്താൽ മതി. ഇങ്ങനെ കിട്ടും. ഇതാണ് പരുവം. മുട്ട ചിക്കിയെടുത്ത് കിടക്കുന്ന പച്ചക്കറിയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനിയുള്ളത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്, സോയ സോസ്, റെഡ് ചില്ലി സോസ് ഇതെല്ലാം കൂടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സോസുകളൊക്കെ ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ് ഈ നൂഡിൽസിന്. അതുകൊണ്ടാണ് ഇത്രയും സോസുകൾ ഉപയോഗിച്ച് ഇവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുത്തിരിക്കുന്നത് മാഗി മാജിക് ക്യൂബ്സ് ആണ്. ഇതിട്ട് കൊടുക്കുമ്പോൾ മാഗിയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ വേവിച്ചെടുത്തിരിക്കുന്ന മാഗി ആ ചെരുവത്തിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുത്ത് വഴറ്റി സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നൂഡിൽസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ ചേർത്ത് തന്നെ ഈ നൂഡിൽസ് ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് കാണാനായിട്ട് വളരെ കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. ഇത് മക്കൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. സോസുകളൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഫത്തായിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. സൂപ്പറാണെന്നാണ് പറഞ്ഞത്. ഡയറി മോള് കിടന്ന് വഴക്കുണ്ടാക്കിയിട്ടാണ് നൂഡിൽസ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തത്. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവളോട് നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ ഉത്തരവാണ്. ഗുഡ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.